എല്ലാവർക്കും മീനൂസ് മിനി വേൾഡിലേക്ക് സ്വാഗതം. ഇനി ഞാനേ മത്തി എങ്ങനെ വറുക്കുന്നത് കൂടെ കാണിച്ചു തരാം. ഒരു മത്തി പോലും പൊട്ടാതെ. അതിന് ഗ്യാസ് ആക്കിയിട്ടുണ്ടല്ലോ, നല്ല കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാൻ വയ്ക്കണം. എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ പാനല്ല ഉള്ളത്, ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കത്തില്ല. അപ്പം നീ സ്റ്റീലിൻ്റെ പാന കട്ടിയുള്ളത് വയ്ക്കണം, നല്ല കട്ടിയുള്ളത് വേണം. അത് ചൂടാവാൻ കൊണ്ട് ലേശം താമസം എടുക്കും, എന്നാലും വേണ്ടില്ല, അതാണ് നല്ലത്. പാൻ നല്ലതായിട്ട് ചൂടായി കഴിയുന്ന ഉടനെ അതിനതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. പാനകത്തിലോട്ട് നമുക്കിപ്പോൾ മീൻ വറുക്കാൻ എത്ര എണ്ണയാണ് വേണ്ടത്, നമുക്കൊരളവുണ്ടല്ലോ, നമ്മളെല്ലാവരും പാചകം ചെയ്യുന്നവരല്ലേ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ സ്പൂണും തവിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ചിലപ്പോൾ അത് കൂടുതൽ വേണമെന്ന് പറ്റി നമ്മളെന്ത് ചെയ്യും, നമുക്കൊന്നും അറിയാമല്ലോ, നമുക്ക് എപ്പോഴും ചെയ്യുന്നവർക്ക് നമുക്കറിയാം. അപ്പോൾ എന്നിട്ട് ആ എണ്ണ ചൂടായി കഴിയുന്നുടനെ കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ ഊരി നേരത്തെ വയ്ക്കണം. ആദ്യമേ പറിച്ചു കൊണ്ടുവന്ന് കഴുകി തോരാൻ വയ്ക്കണം, അല്ലെങ്കിൽ ഈ എണ്ണയ്ക്ക് അതോട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ കറിവേപ്പില പൊട്ടിത്തെറിക്കും. അപ്പോൾ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നേരത്തെ കൊണ്ടുവന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് കഴുകി ഊരി നല്ല വൃത്തിക്ക് വയ്ക്കണം. എന്നിട്ട് ഒരു കരിവേപ്പില അങ്ങോട്ട് ഇട്ട് നോക്കണം എണ്ണ ചൂടായോ എന്ന്. ചൂടായില്ല, ചൂടാവട്ടെ. എണ്ണ അങ്ങനെ ചൂടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ കറിവേപ്പില കുറേ പറക്കിയിട്ട് ഈ എണ്ണയ്ക്കകത്ത് നിരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടണം. കണ്ട അങ്ങനെ ചൂടാക്കി അതിനകത്ത് കറിവേപ്പില ആദ്യം ഇട്ടിട്ട് കറിവേപ്പില ഒന്ന് അടങ്ങി ഒരു പൊട്ടൽ കഴിഞ്ഞിട്ടൊന്ന് അടങ്ങിയിരിക്കും. അന്നേരം എന്ത് വേണമെന്നറിയാമോ, മത്തി അങ്ങോട്ട് വറുത്ത് വയ്ക്കണം, ഈ ഇലയുടെ പുറത്തോട്ട് വറുത്ത് വയ്ക്കണം. കണ്ടോ, എന്നിട്ട് കരിവേപ്പില ബാക്കി അധികം ഉണ്ട്. എൻ്റെ വീട്ടിൽ കരിവേപ്പില ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഞാൻ കൊടുത്തുകൊണ്ട് വന്നത് കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കരിവേപ്പില ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചാൽ മതി, ഈ മത്തിയുടെ മുകളിൽ കൂടെ വെച്ചിട്ട് അങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കണം. കണ്ടോ, ഇങ്ങനെ അടയ്ക്കണം. അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കൂടുതലങ്ങ് മണം നമ്മുടെ റൂമിൽ സ്പ്രെഡ് ആവത്തതുമില്ല, പെരിയ അവിടെ ഇരുന്ന് വേഗം ചെയ്യും. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, സിമ്മയിൽ വെക്കണം. ഒത്തിരി അങ്ങ് കൂട്ടിയിട്ട് വയ്ക്കരുത്. അത് ഒരാഹാരം പാചകം ചെയ്യുമ്പോഴും കൂട്ടിയിട്ട തീയിൽ വയ്ക്കരുത്, അത് കൊള്ളത്തില്ല, അത് ടേസ്റ്റ് ആവത്തില്ല. പെരിയ അവിടെ നിന്നിട്ട് ഇത്തിരി സമയം എടുത്തിട്ട് വേണം പാചകം ചെയ്യാൻ. പിന്നെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, മത്തി കഴിയാൻ്റെ വേസ്റ്റ് ഇല്ലേ, ആ വേസ്റ്റ് കൊണ്ട് കളയാൻ കൊണ്ട് നമുക്ക് ഉടനെ അന്നേരം സൗകര്യം ഉണ്ടായെന്ന് വരത്തില്ല. നമ്മുടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ്, ഉടനെ സൗകര്യം ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതിനെ ഒരു സ്ട്രെയിനറിൽ ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് കളയണം. വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ഒരു പോളിത്തീൻ ബാഗിനകത്തിൽ നിറയ്ക്കണം. പോളിത്തീൻ ബാഗിനകത്ത് എന്നിട്ട് അതിൻ്റെ 2-3 പോളിത്തീൻ ബാഗ് കൂടെ അതിൻ്റെ മേലെ ഇടണം. പഴയത് കിടക്കുന്നതൊക്കെ ആയാലും മതി, അതിൻ്റെ മേലെ ഇടണം. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാം, ഫ്രീസറിൻ്റെ ഒരു കോണിൽ വയ്ക്കണം. എന്നിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതുകൂടെ എടുത്തുകൊണ്ട് ഈ വേസ്റ്റ് കൂടെ എടുത്ത് കൊണ്ടുപോയാൽ മതി. കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജോലിക്ക് പോവാം. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്ന് നോക്കണം. കണ്ടോ, തുറന്ന് നോക്കുമ്പോൾ ഈ മീൻ നമ്മൾ വരഞ്ഞിട്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വെടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് മുരിയാറായി വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മുരിഞ്ഞെന്ന് നമുക്ക് കണ്ടറിയാമല്ലോ. അപ്പോൾ ആ മുരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിടണം, മുരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ച് വയ്ക്കണം. തുറന്ന് നോക്കാവേ. കണ്ടോ, മത്തിയുടെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരിച്ചിട്ട് നേരത്തെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇതാക്കണം. എന്നിട്ട് പിന്നെ ഞാനത് തിരിച്ചിട്ടിട്ട് കാണിക്കാവേ. ഈ വീഡിയോ എടുത്തുകൊണ്ട് പിന്നെ ഇത് തിരിച്ചിടാൻ പറ്റുന്നില്ല. കണ്ടോ, തിരിച്ചിട്ട് കണ്ടോ, ഒരു മത്തി പോലും പൊട്ടത്തില്ല. ഇനി ഈ വശം കൂടെ ഒന്ന് മൂപ്പിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഈ കരിവേപ്പില ഇട്ടിട്ട് നമ്മളിങ്ങനെ വറുക്കുന്നുണ്ടല്ലോ, ഒറ്റ മീൻ പൊട്ടത്തതുമില്ല. അതുമല്ല, ആ കരിവേപ്പില കിടക്കുമ്പോൾ ആ വറുത്ത മീൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കിച്ചൺ ടിഷ്യൂവിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊത്തം എണ്ണ ഞാൻ പോയി കിട്ടും. ചിലർക്ക് ആ എണ്ണയോട് കൂടിയ ഇഷ്ടം ചോറൊക്കെ ഇട്ട് തിന്നാൻ. അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ കിച്ചൺ ടിഷ്യൂവിലോട്ട് ഇതിനെ പറക്കി വെച്ചാൽ പൊരി വെച്ചാൽ മതി. പൊരി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ എല്ലാം ആ ടിഷ്യൂ എല്ലാം ആയിക്കോളും, നമുക്ക് എണ്ണ കഴിക്കുകയില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.